ഹായ്, ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പെരുംജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി, തൈര് എന്നിവ ചേർത്ത് പേസ്റ്റ് പോലെ അരയ്ക്കുക. വെള്ളത്തിൽ കുതിർത്ത് കഴുകി പിഴിഞ്ഞെടുത്ത സോയാബീൻ ഒരു ചീനച്ചട്ടിയിലിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി വെള്ളം കളയുക. അത് മറ്റൊരു പാത്രത്തിലേക്കിട്ട് അരച്ച മസാലയും ഉപ്പും ചേർത്ത് കുഴയ്ക്കുക. കറിവേപ്പിലയും ഉള്ളിയും ചേർത്ത് ഒന്നുകൂടി കുഴയ്ക്കുക. കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇനി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സോയാബീൻ ഇട്ട് ഇളക്കുക. പച്ചമുളക്, തക്കാളി എന്നിവയിട്ട് ഇളക്കി മൂടി വെച്ച് ചെറുതീയിൽ വേവിക്കുക. തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ചേർക്കുക. അടുക്കി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടെ മൂടി തുറന്ന് ഇളക്കണം. നീളത്തിലരിഞ്ഞ ക്യാപ്സിക്കം, ഉള്ളി, കറിവേപ്പില, തക്കാളി എന്നിവ ചേർത്ത് ഇളക്കുക. കുറച്ച് വെളിച്ചെണ്ണ തൂക. നന്നായി ഇളക്കി മല്ലിച്ചപ്പ് കൂടി ചേർത്താൽ സോയാബീൻ ഐറ്റം റെഡി. ഇതിൽ വെള്ളം ചേർക്കുകയോ എണ്ണയിൽ പൊരിക്കുകയോ ചെയ്യേണ്ടതില്ല.